Hello students, welcome to physics class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ദിവസങ്ങൾ മുമ്പായിരുന്നു കഴിഞ്ഞ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ അവസാന ഭാഗം വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. മ്യൂച്വൽ ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇന്ന് ആ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തിലേക്കുള്ള ഇലക്ട്രിക് ഷോക്ക്, അപ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എങ്ങനെ നമുക്ക് ഷോക്ക് കിട്ടാതിരിക്കാം, അതിന് എടുക്കേണ്ട പ്രിക്കോഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, സിമ്പിൾ ടോപ്പിക്കാണ്. നമുക്ക് അത് ജസ്റ്റ് കാര്യങ്ങൾ വായിച്ച് പഠിച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്ന പാർട്ടല്ല. അപ്പം നമുക്ക് ആ വേഗം തന്നെ ആ കാര്യങ്ങൾ തീർത്ത് ഈ ചാപ്റ്ററിന്റെ തിയറി പോർഷൻസ് എല്ലാം തന്നെ നമുക്ക് തീർക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും കൂടെ തീർത്ത് അടുത്ത ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം ഇലക്ട്രിക് ഷോക്ക് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പോലെ ഇത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ടോപ്പിക് ആയതുകൊണ്ട് ഞാനത് ജസ്റ്റ് വായിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ പതിവ് പോലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വരുവല്ല ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ജസ്റ്റ് വായിച്ച് കാര്യം എന്താണെന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് മാത്രം കിട്ടിയാൽ മതി ഈ ടോപ്പിക്കിൽ നിന്ന്. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഈ ഭാഗത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് ആക്സിഡന്റ് ഉണ്ടാകുന്നുള്ളതും ആൾക്കാർ മരിക്കാനുള്ള സാധ്യതകളുള്ള അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ ഓരോ വർഷവും മരണപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഇലക്ട്രിക് ഷോക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമുക്കറിയാം. ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ, അതായത് നമ്മൾ ഇലക്ട്രിക് ഷോക്ക് കാണുമെന്ന് സംശയിക്കുന്ന സാധനങ്ങളിൽ ഇലക്ട്രിക് ലൈനുകളിൽ തൊടുമ്പോൾ നമ്മളൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രോപ്പർ കെയർ, അപ്പോൾ നമുക്കൊരു മെറ്റലിൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കാതെ വുഡൻ മെറ്റീരിയൽ കൊണ്ട്, ഡ്രൈ ആയിരിക്കുന്ന വുഡൻ മെറ്റീരിയൽ കൊണ്ട് ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും തരത്തിൽ ഷോക്ക് കിട്ടിയാൽ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യാവുന്ന, അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാവുന്നൊക്കെ ഉള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഓഫ് ദ ആക്സിഡൻറ്റ്സ് റിലേറ്റഡ് ടു ഇലക്ട്രിസിറ്റി ദാറ്റ് ഒക്കർ ഇൻ ഇന്ത്യ അബൌട്ട് 10% ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്നതിൽ 10% മാത്രമേ ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ട് ആയിട്ടുള്ള ആക്സിഡന്റുകൾ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക് ഷോക്ക് ഓഫൺ ലീഡ്സ് ടു ഡെത്ത് ഇറ്റ്സെൽഫ്. Hence, electricity is to be handled with utmost concern for safety. നമുക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് വളരെ പ്രോപ്പർ കെയറിൽ മാത്രം ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാധനമാണ്. അല്ലെങ്കിൽ അതിൽ നിന്നും ആക്സിഡന്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഈവൻ ഡെത്ത് വരെ ഒക്കർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമായിട്ടൊക്കെ. ഇലക്ട്രിക് ഷോക്ക് ഒക്കർ വെൻ വി ടച്ച് bare wires or cables with damaged insulation or when lightning strikes. നമുക്ക് ബെയർ ഹാൻഡ്സ് കൊണ്ട് അല്ലെങ്കിൽ ബെയർ വയറിൽ എന്ന് പറഞ്ഞാൽ വയർ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഇൻസുലേഷൻ ഇല്ലാത്ത വയറിൽ നമ്മൾ ബെയർ ഹാൻഡ് കൊണ്ട് ടച്ച് ചെയ്താൽ നമുക്ക് ഷോക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറിയാവുന്ന കാര്യം തന്നെയാണ്. സിവിയർ ഇഞ്ചുറീസ് മേ ഒക്കർ വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ അവർ ബോഡി. നമ്മുടെ ബോഡിയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സിവിയർ ഇഞ്ചുറി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ള ഇഞ്ചുറീസ്? പ്രധാനമായിട്ട് നമുക്ക് പൊള്ളലേക്കാനുള്ള സാധ്യതയുണ്ട്. ഷോക്ക് കിട്ടുന്ന ഭാഗത്ത് പൊള്ളലേക്കാം, ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഇലക്ട്രിസിറ്റി നമ്മുടെ ബോഡിയിലൂടെ കടന്നു പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ. അതായത് 230 വോൾട്ടിൽ നിന്നും അല്ലെങ്കിൽ ഫേസ് ലൈനിൽ നിന്ന് അല്ലെങ്കിൽ ലൈവ് ലൈനിൽ നിന്നാണ് നമുക്ക് ഷോക്ക് കിട്ടുന്നത് സാധാരണ, ന്യൂട്രൽ ലൈനിൽ നിന്നല്ല. അപ്പോൾ ലൈവ് ലൈനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ, നമ്മൾ എർത്തിൽ നിന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി 0 വോൾട്ട് പൊട്ടൻഷ്യലിലാണ് നിൽക്കുന്നത്. ലൈവ് ലൈനിൽ നിന്നും നമ്മുടെ ബോഡിയിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിസിറ്റി ലൈവ് ലൈനിൽ നിന്നും നമ്മുടെ ബോഡിയിലൂടെ എർത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ബീറ്റിങ്ങിനെ ഈ സാധനം ബ്ലോക്ക് ചെയ്യും. ഇലക്ട്രിസിറ്റി ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ അത് ഹാർട്ടിന്റെ വർക്കിങ്ങിനെ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനും ചെറിയ പ്രോബ്ലംസ് വരും. അതുകൊണ്ടാണ് നമുക്ക് നോർമലി അല്ലെങ്കിൽ നമ്മുടെ റിഫ്ലക്സ് ആക്ഷനെ ഇത് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ ചൂടുള്ള ഒരു സാധനത്തിൽ അല്ലെങ്കിൽ തീക്കകത്ത് നമ്മൾ കൈ അറിയാതെ ചൂടുള്ള സാധനത്തെ ടച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി കൈ പുറകോട്ട് വലിക്കും ഡ്യൂ ടു റിഫ്ലക്സ് ആക്ഷൻ. ബട്ട് ഇലക്ട്രിക്കൽ ഷോക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഷോക്ക് കിട്ടിയെന്ന് അറിഞ്ഞാൽ പോലും ചിലർക്ക് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ നമുക്ക് കൈ പുറകോട്ട് വലിക്കാൻ പറ്റിയല്ല. ഷോക്ക് അടിച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് നമ്മുടെ കൈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഷോക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ബോഡിക്ക് മനസ്സിലായെങ്കിലും നമ്മുടെ ബോഡിയുടെ റിഫ്ലക്സ് ആക്ഷനെ ഈ ഇലക്ട്രിക് ഷോക്ക് ടെമ്പററി ആയിട്ട് തകരാറിലാക്കും. അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മുടെ കൈ പുറകോട്ട് വലിക്കാനുള്ള ആ മെസ്സേജ് അല്ലെങ്കിൽ ആ റിഫ്ലക്സ് വർക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ പൊസിഷൻ തന്നെ സ്റ്റോപ്പായി പോകുന്നത്. അപ്പോൾ റിഫ്ലക്സ് ആക്ഷനെ സ്റ്റോപ്പ് ചെയ്യുകയും അതുമൂലം ഹാർട്ടിന്റെ വർക്കിങ്ങിനെ അത് സ്റ്റോപ്പാക്കും. നമ്മുടെ ബ്ലഡിന്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ബ്ലഡിന് ഫ്ലോ ചെയ്യാൻ പറ്റാതെ ബ്ലഡ് നമ്മുടെ ബോഡി തണുത്തു പോവുകയും ചെയ്യും.
അങ്ങനെ കാർഡിയക് അറസ്റ്റ് വന്നാണ് ആൾക്കാർ മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇതിന്റെ പ്രൈമറി ആയിട്ട് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡുകളിൽ പ്രധാനപ്പെട്ട കാര്യം, ഷോക്ക് കിട്ടിയ ആളെ അവിടുന്ന് ഇലക്ട്രിക്കൽ ഷോക്കിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡി തണുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബ്രീത്തിങ് കൊടുക്കുകയോ അവരുടെ കൈയും കാലും ഒക്കെ നല്ലപോലെ തണുത്തു പോകും, കാരണം ബ്ലഡ് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് നമ്മൾ പതുക്കെ ചൂടാക്കിയിട്ട് കൈ കൊണ്ട് തിരുമ്മി ചൂടാക്കി അവരുടെ പഴയ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കൊടുക്കുന്നത്, പഴയ രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പൊള്ളലേക്കാനുള്ള സാധ്യതകൾ ഇലക്ട്രിക് ഷോക്കിനുണ്ട്. ഇൻ അഡീഷൻ ടു ദ ഇലക്ട്രിക് ഷോക്ക്, blisters may also occur. If somebody gets an electric shock, the main switch should be switched off immediately. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താൽ ഈ ഇലക്ട്രിക് ഷോക്ക് കിട്ടിയ ആളുടെ ദേഹത്തൊന്നും നമ്മൾ ടച്ച് ചെയ്താലൊന്നും നമുക്ക് ഇലക്ട്രിക് ഷോക്ക് വീണ്ടും കിട്ടിയില്ല. അപ്പോൾ ആദ്യമേ അയാളെ അവിടുന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നതിനേക്കാളും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് പെട്ടെന്ന് തന്നെ നമ്മുടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഷോക്ക് കിട്ടിയ ആള് ആ ഇലക്ട്രിക്കൽ കണ്ടക്ടറുമായിട്ട് കോൺടാക്റ്റിലാണെങ്കിൽ, അല്ലെങ്കിൽ ഷോക്ക് കിട്ടിയ പാർട്ടുമായിട്ട് കോൺടാക്റ്റിലാണെങ്കിൽ അന്നേരം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. സെപ്പറേറ്റ് ദ ഇലക്ട്രോക്യൂട്ടഡ് പേഴ്സൺ യൂസിങ് എ ഡ്രൈ വുഡൻ പീസ് ഓർ എ ഡ്രൈ ഇൻസുലേറ്റർ മെറ്റീരിയൽ. നെവർ ടച്ച് ദ അഫക്റ്റഡ് പേഴ്സൺ യൂസിങ് ബെയർ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഷോക്ക് കിട്ടിയ ഇലക്ട്രോക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് കിട്ടിയ ആളാണ്. അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് കിട്ടിയ ആളെ നമ്മൾ ബെയർ ഹാൻഡ് കൊണ്ട്, നമ്മുടെ കൈ കൊണ്ട് വെറുതെ ചെന്ന് പിടിക്കാനോ അല്ലെങ്കിൽ തൊടാനോ അവരെ അവിടുന്ന് മാറ്റാനോ ശ്രമിക്കരുത്. നമുക്കും ഷോക്ക് കിട്ടാം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളൊരു വുഡൻ ബോർഡ് കൊണ്ട് അല്ലെങ്കിൽ വുഡൻ പീസ് കൊണ്ട് അവരെ അവിടുന്ന്, അല്ലെങ്കിൽ ഒരു ഡ്രൈ ഇൻസുലേറ്റഡ് മെറ്റീരിയൽ കൊണ്ട് അവരെ അവിടുന്ന് മാറ്റാനേ ശ്രമിക്കാവുള്ളൂ. സംടൈംസ് ഹൈ വോൾട്ടേജ് ഷോക്സ് may not cause any damage. Even then, one should seek medical help immediately. അപ്പോൾ ചില സമയത്ത് ഒത്തിരി ഡാമേജ് ഒന്നും വരുത്തിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഹെൽപ്പ് നമ്മൾ ഉടനെ തേടേണ്ടത് അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ഇറ്റ് മേ അഫക്ട് ദ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ടാണ് മെഡിക്കൽ ഹെൽപ്പ് നമുക്ക് വേണമെന്ന് പറയുന്നത്? അത് നമ്മുടെ ബ്രെയിനിന്റെ വർക്കിങ്ങിനെ അഫക്ട് ചെയ്യാൻ, ഫ്യൂച്ചറിൽ അഫക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ അന്നേരം തന്നെ മെഡിക്കൽ ഹെൽപ്പ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പിലെപ്സി, ഡിപ്രഷൻ, ആങ്സൈറ്റി എറ്റ്സെട്ര മേ ഒക്കർ. അതായത് എപ്പിലെപ്സി, അതായത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, ടെമ്പററി ആയിട്ട് നമുക്ക് ബോധം പോകുന്ന പോലെയൊക്കെയുള്ള ഒരു ഡിസീസാണ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിപ്രഷൻ, ആങ്സൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇലക്ട്രിക് ഷോക്ക് കിട്ടിയ ആൾക്ക് ഒക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ഇഫ് ദ വോൾട്ടേജ് ഇസ് സ്മോൾ, ഇറ്റ് മേ ലീഡ് അൺകോൺഷ്യസ്നെസ്, ഡാമേജ് ടു ടച്ചിങ് സെൻസേഷൻ, ഡിക്രീസസ് ഇൻ വിഷൻ ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റി എറ്റ്സെട്ര. ഇതൊക്കെ അതിന്റെ പ്രോബ്ലംസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെമ്പററി ആയിട്ട് അൺകോൺഷ്യസ് ആയി മാറാം, സെൻസേഷൻ പോകാം, ഹിയറിംഗ് ഡിസബിലിറ്റീസും വിഷന്റെ ഡിസബിലിറ്റീസും ഒക്കെ ഒക്കർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഇലക്ട്രിക്കൽ ഷോക്കിന്റെ പ്രോബ്ലംസ് ആയിട്ടാണ്, അല്ലെങ്കിൽ പ്രോബ്ലംസ് ആയിട്ട് ഓർത്തിരിക്കുക. ലെറ്റ് us see what are the precautions to be taken to avoid electric shock. ഇലക്ട്രിക് ഷോക്കിന് എതിരെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ഒഴിവാക്കാനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി കുറേ പ്രിക്കോഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കാരണം നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ വെറ്റ് ഹാൻഡ് കൊണ്ടോ ബെയർ ഹാൻഡ് കൊണ്ട് ടച്ച് ചെയ്യാതിരിക്കുക, ഇൻസുലേഷൻ പ്രോപ്പർ ആയിട്ടുണ്ടോ എന്ന് നോക്കുക, അതുപോലെ തന്നെ നമ്മൾ ഹൈ ടെൻഷൻ ലൈനുകളുടെ അടുത്ത് പോകാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ നമ്മൾ ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ ടച്ച് ചെയ്യേണ്ടി വരുന്ന സമയത്ത് തന്നെ നമ്മൾ വുഡൻ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ചെപ്പൽസ് ഒക്കെ യൂസ് ചെയ്ത് വേണം നമ്മളിത് ചെയ്യാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും ഒന്നുകൂടെ ഓർത്തിരിക്കുക. നെവർ ഹാൻഡിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഓർ ഓപ്പറേറ്റ് സ്വിച്ചസ് വെൻ ഹാൻഡ്സ് ആർ വെറ്റ്. ഇൻസേർട്ട് പ്ലഗ് പിൻസ് ഇൻ ടു സോക്കറ്റ് ആൻഡ് വിഡ്രോ ദം ഓൺലി ആഫ്റ്റർ സ്വിച്ചിങ് ഓൺ. നമുക്കറിയാം പ്ലഗ് നമ്മൾ സാധാരണ അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ എന്ന് നോക്കാതെ തന്നെ പ്ലഗിൽ പിന്നുകൾ ഇൻസേർട്ട് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് മാത്രം പ്ലഗിൽ പിന്നെ ഇൻസേർട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് ഇൻസേർട്ട് ആയി കഴിഞ്ഞിട്ട് മാത്രം സ്വിച്ച് ഓൺ ചെയ്യുക. അതുപോലെ തന്നെ പ്ലഗ് റിമൂവ് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാത്രം പ്ലഗ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഡു നോട്ട് ഓപ്പറേറ്റ് ഡിവൈസസ് ഫോർ ഹൈ പവർ യൂസിങ് ഓർഡിനറി സോക്കറ്റ്സ്. ഓർഡിനറി യൂസ് സോക്കറ്റുകളിൽ, അതായത് 5 ആമ്പയർ ഒക്കെ നമ്മൾ സാധാരണയുള്ള പ്ലഗിലൊന്നും കൊണ്ടുപോയി ഇലക്ട്രിക് അയണോ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറോ ഒക്കെ വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ പ്ലഗ് ഡാമേജ് വരാം. ആ പ്ലഗ് പൊട്ടിത്തെറിച്ച് പോവുകയോ ചൂടാവുകയോ ഒക്കെ ചെയ്യുന്ന കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇലക്ട്രിക് അയണിലൊക്കെ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് 15 ആമ്പയർ അല്ലെങ്കിൽ നമ്മൾ പവർ പ്ലഗ് എന്ന് പറയുന്ന 15 ആമ്പയറിന്റെ പ്ലഗുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ പവർ പ്ലഗ് എന്നാണ് സാധാരണ പറയുന്നത്. അപ്പോൾ ഈ പവർ പ്ലഗ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഹൈ പവറിലുള്ള ഇൻസ്ട്രുമെന്റിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ
ഹൈ പവർ യൂസ് ചെയ്യുന്ന ഡിവൈസുകളൊക്കെ പവർ പ്ലഗുകളിൽ മാത്രം വർക്ക് ചെയ്യിക്കുക. ഡു നോട്ട് ടച്ച് ദ ഇന്റീരിയർ പാർട്സ് ഓഫ് ദ കേബിൾ TV adapters. Ensure that there is an insulated cap for the adapters. അഡാപ്റ്ററുകളിലൊക്കെ എപ്പോഴും ഇൻസുലേറ്റഡ് ക്യാപ്പ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞാനൊരു പോയിന്റ് പറയാൻ വിട്ടുപോയായിരുന്നു. വിയർ റബ്ബർ ഫുഡ് വെയർ വൈൽ ഓപ്പറേറ്റിംഗ് ഇലക്ട്രിക്കൽ ഡിവൈസസ്. ഇലക്ട്രിക്കൽ ഡിവൈസസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് വെയറുകൾ അല്ലെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റബ്ബറിന്റെ ചെരുപ്പുകൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം റബ്ബർ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് റബ്ബർ ചെരുപ്പ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഡു നോട്ട് ഫ്ലൈ കൈറ്റ്സ് നിയർ ഇലക്ട്രിക് ലൈൻസ്. അതായത് കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടം ഒന്നും ഇലക്ട്രിക്കൽ ലൈനിന്റെ അടുത്ത് പറത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡു നോട്ട് യൂസ് കേബിൾ ഫാൻ ടു ഡ്രൈ ഹെയർ. നമുക്ക് നമ്മുടെ ഹെയർ ഉണക്കാൻ വേണ്ടിയിട്ട് കേബിൾ ഫാൻ ഒന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കേബിൾ ഫാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഹെയർ അതിനടുത്ത് കൊണ്ടുപോയി ഉപയോഗിക്കുമ്പോൾ ഡേഞ്ചറസ് ആണ്. നമുക്ക് ഷോക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉള്ളതാണ്. കാരണം തലമുടി നനഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഷോക്ക് കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതാണ്. Ensure that there are no tall buildings or tall trees near electric lines. ഇലക്ട്രിക് ലൈനിനടുത്ത് വലിയ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ വലിയ ട്രീകളോ ഒന്നും ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. മാത്രമല്ല നമ്മൾ മരം വെക്കുന്ന സമയത്ത് നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലടുത്തൊക്കെ മരങ്ങൾ വെക്കുന്ന സമയത്ത് ഇലക്ട്രിക് ലൈനിനോട് ചേർന്ന് വലുതാകുന്ന ഒത്തിരി വലുപ്പത്തിൽ അല്ലെങ്കിൽ ഒത്തിരി ഹൈറ്റിൽ പോകുന്ന മരങ്ങളൊന്നും വെക്കരുത്. അങ്ങനെ വെക്കുന്നത് പിന്നീട് ആ മരത്തിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഷോക്ക് കിട്ടാനും ഒക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈനിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിൽ നമ്മൾ തൊടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആ മരത്തിന്റെ ഇല വെട്ടിക്കളയുമ്പോഴോ അല്ലെങ്കിൽ ആ മരം വെട്ടുന്ന സമയത്ത് തന്നെയോ ഇലക്ട്രിക് ലൈനുമായിട്ട് കോൺടാക്റ്റിലാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അതിൽ നിന്ന് ഷോക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എൻഷുർ ദാറ്റ് ദ മെയിൻ സ്വിച്ച് ആൻഡ് ELCB ആർ സ്വിച്ച്ഡ് ഓഫ് വെൻ മെയിൻ്റനൻസ് വർക്ക് ഈസ് ബീങ് ക്യാരിയഡ് ഔട്ട് അറ്റ് ഹോം. വീടുകളിൽ നമ്മൾ മെയിൻ്റനൻസ് വർക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിവൈസസോ ഒക്കെ പുതിയതായിട്ട് കണക്ട് ചെയ്യുമ്പോഴോ ഒക്കെ നമ്മൾ ELCB സ്വിച്ച് ഓഫ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ സ്വിച്ചും ELCB ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് പ്രിക്കോഷൻസ് എടുക്കുന്ന കാര്യമാണ്. പ്രിക്കോഷൻസ് ഡ്യൂറിങ് സം സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ സർക്കംസ്റ്റൻസസിൽ എടുക്കേണ്ട പ്രിക്കോഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോകാം. ഡ്യൂറിങ് ലൈറ്റ്നിങ് അവോയ്ഡ് ഡൂയിങ് എനി വർക്ക് ദാറ്റ് വിൽ ബ്രിങ് you in contact with the electrical circuit. There is a possibility of excess current in the circuit during lightning. ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഡിവൈസസ് ഓപ്പറേറ്റ് ചെയ്യരുതെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഡിസ്കണക്ട് ദ പ്ലഗ്സ് ഫ്രം ദ സോക്കറ്റ് whenever there is a chance of lightning. ലൈറ്റ്നിങ് ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ നമ്മുടെ വീടുകളിലെ ഡിവൈസുകൾ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇലക്ട്രിക്കൽ കണക്ഷനിൽ നിന്ന് റിമൂവ് ചെയ്ത് വെക്കും. അതിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്യൂറിങ് റെയിൻ ആൻഡ് വിൻഡ് electric lines are likely to be touched the ground. This may cause danger. We have to be cautious on such occasions. Electric ലൈനുകൾ ലൈറ്റ്നിങ്ങിന്റെ സമയത്തും അതുപോലെ തന്നെ മഴയുള്ള സമയത്തും ഒക്കെ നമുക്ക് അതുപോലെ ഹെവി വിൻഡ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ലൈനുകൾ നമുക്ക് താന്നു പോകാനും അല്ലെങ്കിൽ ആ ലൈനുകൾ പൊട്ടി വീഴാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കോഷ്യസ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. If water enters home due to the flood or other reasons, disconnect the electrical connection. Reconnect it only after ensuring that the main switch and the switchboard are perfectly dry. നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വീട്ടിലൊക്കെ വെള്ളം കയറും. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇലക്ട്രിക്കൽ ലൈനുകൾ നമ്മൾ ഓഫ് ചെയ്തിടണം. അല്ലെങ്കിൽ അതിലൂടെ ലീക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഷോക്ക് ആ ഏരിയയിൽ വരുന്നവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം പ്യുവർ വാട്ടർ കണക്ട് ചെയ്യില്ലെങ്കിലും നമുക്കറിയാം മഴ പെയ്യുമ്പോൾ കിട്ടുന്ന വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടാകുമ്പോൾ കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് പ്യുവർ വാട്ടർ അല്ല. അതിനകത്ത് സലൈനിറ്റി അതുപോലെ മണ്ണിലൂടെ ഒഴിച്ചു വരുന്നതായതുകൊണ്ട് അതിനകത്ത് പല അയോണിക് കണ്ടന്റുകൾ ഉള്ളതുകൊണ്ട് ഷോക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ള വാട്ടറാണത്. അപ്പോൾ അതുപോലെ തന്നെ ചെളി ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഷോക്ക് കിട്ടാം. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഫ്ലഡിലാകുന്ന സമയത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ ഓഫ് ചെയ്തിടണം. മാത്രമല്ല എല്ലാ ഡിവൈസുകളും ഡ്രൈ ആയി കഴിഞ്ഞ് മാത്രം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാ ഡിവൈസുകളും നല്ലതുപോലെ ഡ്രൈ ആയി കഴിഞ്ഞ് മാത്രമേ നമുക്ക് അവിടെ ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കാവുള്ളൂ എന്നാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് എയ്ഡ് ആണ്. ഇലക്ട്രിക്കൽ ഷോക്ക് ഒരാൾക്ക് കിട്ടിയാൽ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത് പഠിക്കാനുള്ളത്. As a result of electric shock, the body temperature of the victim decreases, viscosity of blood increases and clotting of blood occurs. ഞാൻ പറഞ്ഞു നമുക്ക് ഷോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കാർഡിയക് അറസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ലോവർ ആകും. നമ്മുടെ ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടും. ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഒഴുകാതിരിക്കുക എന്നാണ് മീനിങ്. അപ്പോൾ ബ്ലഡ് എന്ത് ചെയ്യും? കട്ട പിടിക്കും. അത് ക്ലോട്ടിങ് ഉണ്ടാകും. ഓക്കെ,
വിസ്കോസിറ്റി കുറവുള്ള സാധനം നിങ്ങൾക്ക് അറിയാം, പെട്ടെന്ന് ഒഴുകിപ്പോകും. വെള്ളം വാട്ടറും ഹണിയായിട്ട് കമ്പയർ ചെയ്താൽ ഹണിക്ക് വിസ്കോസിറ്റി കൂടുതലാണ്, അത് പതുക്കെ ഒഴുകുള്ളൂ. വെള്ളത്തിന് വിസ്കോസിറ്റി കുറവാണ്, പെട്ടെന്ന് ഒഴുകിപ്പോകും. അപ്പോൾ നമുക്ക് ഷോക്ക് കിട്ടുന്നയാളുടെ ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടും. അപ്പോൾ വിസ്കോസിറ്റി കൂടുമ്പോഴോ ബ്ലഡ് ഒഴുകിയില്ല, ബ്ലഡ് ഒഴുകാതെ വന്ന് ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാവും. ഓക്കെ. ഇൻ അഡീഷൻ മസിൽസ് ഓഫ് ദ ബോഡി മേ കോൺട്രാക്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് പറ്റും, നമ്മുടെ ബോഡിയുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. മനസ്സിലായല്ലോ? റിഫ്ലക്സ് ആക്ഷൻ വർക്ക് ചെയ്യല, മസിൽസ് കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരം അല്ലെങ്കിൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഉള്ള എഫക്ട് നിങ്ങൾക്കറിയാം, പെയിൻ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ശരീരം, നമ്മൾ മലയാളത്തിൽ കോച്ചി വലിക്കുക എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ശരീരം ഒത്തിരി അങ്ങോട്ട് ഷ്രിങ്ക് ചെയ്യുന്ന പോലെ, കാലിലൊക്കെ നിങ്ങൾക്കറിയാം മസിൽ കയറുന്ന പോലെയൊക്കെയുള്ള പ്രോബ്ലംസ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ ഓൺലി ആഫ്റ്റർ ഡിസ്കണക്റ്റിംഗ് ദ വിക്ടിം ഫ്രം ദ ഇലക്ട്രിക് വയർ. അപ്പോൾ ഇലക്ട്രിക് വയറിൽ നിന്ന് മാറ്റി കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇലക്ട്രിക് വയറുമായിട്ട് കോൺടാക്റ്റ് ഉള്ള സമയത്ത് നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഒന്ന്, രണ്ടാമത് നമുക്ക് ഇത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നയാളും ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് വരാം. അതുകൊണ്ട് ഇലക്ട്രിക് വയർ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാവുള്ളൂ. ഹൗ ടു പ്രൊവൈഡ് ദ ഫസ്റ്റ് എയ്ഡ്, ഈ എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതെന്നുള്ളതാണ്. റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ബൈ മസാജ്. മസാജ് ചെയ്ത്, ഞാൻ പറഞ്ഞു കയ്യിലെ കാലൊക്കെ തിരുമി മസാജ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, അയാളുടെ ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യണം. ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ്, അവർക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബ്രീത്തിങ് കൊടുക്കണം. മസാജ് ദ മസിൽസ് ആൻഡ് ബ്രിങ് ദം ടു ദ ഒറിജിനൽ കണ്ടീഷൻ. ഞാൻ പറഞ്ഞു മസിൽസ് ഒക്കെ കോൺട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഷ്രിങ്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മസിൽ അങ്ങനെ നമ്മൾ അത് മസാജ് ചെയ്ത് പഴയ കണ്ടീഷനിലേക്ക് കൊണ്ടുവരണം. സ്റ്റാർട്ട് ഫസ്റ്റ് എയ്ഡ് ഫോർ ദ ഫംഗ്ഷനിങ് ഓഫ് ദ ഹാർട്ട്. അപ്ലൈ പ്രഷർ ഓൺ ദ ചെസ്റ്റ് റെഗുലർലി. ഹാർട്ടിന്റെ ഫംഗ്ഷനിങ് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ കൊടുത്തോണ്ട് CPR കൊടുത്ത് അവരെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഷർ ഹാർട്ടിൽ അപ്ലൈ ചെയ്തുകൊണ്ട്. ടേക്ക് ദ പേഴ്സൺ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. Electricity is an integral part of our day-to-day life. This energy is to be conserved for tomorrow. Hence, its consumption should be reduced to the minimum possible. Saving electricity is equivalent to generate electricity. Electricity is highly useful. At the same time, it is dangerous form of energy. Hence, electrical appliances should be handled with extreme care. ഇപ്പോൾ വായിച്ച കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ള ഒരു സാധനമായതുകൊണ്ട് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും? ആവശ്യമില്ലാതെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച്, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ വീടുകളിൽ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ റൂമിൽ ആരും ഇല്ല എങ്കിൽ നമുക്ക് അവിടുത്തെ ഫാന്, ലൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യാം അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത്, സ്കൂളിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെല്ലുന്ന സമയത്ത് അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ അവിടുന്ന് മാറുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങളുടെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് സ്കൂളിൽ നിങ്ങളുടെ ക്ലാസ് റൂമിനകത്ത് ഒരു 10 ഫാൻസ് അല്ലെങ്കിൽ 5 ഫാൻ ഉണ്ടെന്ന് വിചാരിക്കുക, ലൈറ്റുകളും ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ അവിടെ ഉള്ള സമയത്ത് നമുക്ക് ലൈറ്റ് ഫാനും ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഗെയിംസിന് പോകുന്ന സമയത്തോ ഈവനിങ് സ്കൂൾ വിട്ട് ക്ലാസ്സിൽ നമ്മൾ പുറത്തേക്ക് പോരുമ്പോഴോ നമ്മളാണ് ഏറ്റവും അവസാനം ഇറങ്ങുന്നതെങ്കിൽ അവിടുത്തെ ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്യണം. കാരണം എന്താണ്? കാരണം ഇതിൻ്റെ കറണ്ട് ചാർജ് സ്കൂളിൽ നിന്നാണ് കൊടുക്കുന്നത്. പക്ഷേ കറണ്ട് ചാർജിൻ്റെ കാര്യമല്ല, നമുക്ക് ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്യേണ്ട ഒരു ഫോം ഓഫ് എനർജിയാണ് ഇലക്ട്രിസിറ്റി. ഇങ്ങനെ സേവ് ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഇലക്ട്രിസിറ്റിക്ക് പ്രോപ്പറായിട്ടുള്ള സേവിങ്ങും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വരുന്ന ജനറേഷനുകൾക്കൊക്കെ ഇതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാനും ഒക്കെ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ അത് ഏറ്റവും മിനിമൈസ് ചെയ്ത് ഉപയോഗിക്കണം. പക്ഷേ ഏറ്റവും മിനിമം ലെവലിൽ അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണത്. ദെൻ ഇനി നമുക്ക് മേക്കിംഗ് ഓഫ് ഹൗസ് ഹോൾഡ് സർക്യൂട്ടാണ്. ഹൗസ് ഹോൾഡ് സർക്യൂട്ട് മേക്ക് ചെയ്യുന്ന അത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഹൗസ് ഹോൾഡ് സർക്യൂട്ട് ഒന്നും മേക്ക് ചെയ്യുന്നില്ല. അവിടെയുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്, കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഓരോ കമ്പോണൻറ്റുകളും പെട്ടെന്നൊന്ന് നോക്കിപ്പോവുക. 1-വേ സ്വിച്ച്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്വിച്ചാണ് 1-വേ സ്വിച്ച്. അതിൻ്റെ ബോട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ 2 പിന്നുകളുണ്ട്. 2-വേ സ്വിച്ച് ഉണ്ട്, അതിൻ്റെ ബോട്ടത്തിൽ 3 പിന്നുകളുണ്ട്. എന്താണ് ഈ 2-വേ സ്വിച്ച്? നമ്മൾ വീടുകളിലൊക്കെ ബെഡ് സ്വിച്ച് 2-വേ ആക്കുന്നതാണ്. ബെഡ് സ്വിച്ച് 2-വേ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡിനടുത്ത് കിട്ടുന്ന ലൈറ്റിൻ്റെ സ്വിച്ചും അല്ലെ ഫാനിൻ്റെ സ്വിച്ചും അതേപോലെ തന്നെ ആ റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്തും ഈ ഫാനിന് ലൈറ്റിനും സ്വിച്ച് വേണം, കണ്ടിട്ടുള്ളതായിരിക്കും. അതായത് ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബെഡ്റൂമിലെ നമുക്ക് 2 സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. ഐദർ വി ക്യാൻ യൂസ് എ സ്വിച്ച് which is connected to the switchboard in the near to the entry or near to the door of the room. The second one is placed near to our bedside. ബെഡിന്റെ സൈഡിൽ നമുക്കിതിനെ
പ്ലേസ് ചെയ്യുന്ന രീതിയിൽ വേറൊരു സ്വിച്ചും കാണും. കാരണം നമുക്ക് രാത്രിക്ക് കിടന്നുകൊണ്ട് തന്നെ അതിനെ ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള 2-way സ്വിച്ചാണ് നമുക്ക് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് കാണിച്ചിരിക്കുന്ന സാധനം എന്താണ്? ഒരു 2-way സ്വിച്ചാണ്. ഇനി അതിൻ്റെ താഴെ 3-pin സോക്കറ്റ് ഉണ്ട്. പിന്നെ സീലിംഗ് റോസ്, സീലിംഗ് നമ്മൾ കണക്ട് ചെയ്യുന്ന സീലിംഗ് റോസ് എന്ന് പറയുന്ന സാധനമുണ്ട്. RCCB ഉണ്ട്. നമുക്കറിയാം ELCB പോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യമാണ്, നേരത്തെ പഠിച്ചതാണ് RCCB എന്ന് പറയുന്നത്. പിന്നെ MCB ഉണ്ട്. കിറ്റ്കാറ്റ് ഫ്യൂസ് ഉണ്ട്. പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്യൂസ് ആണ് ഈ കിറ്റ്കാറ്റ് ഫ്യൂസ് എന്ന് പറയുന്നത്. സ്വിച്ച് ബോർഡ് ഉണ്ട്. ELCB ഉണ്ട്. മീറ്റർ ഉണ്ട്. പിന്നെ റെഗുലേറ്റർ, ഫാനിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഫാനിന്റെ റെഗുലേറ്റർ. മെയിൻ സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്. കറണ്ട് ഉണ്ടോ എന്ന് നമ്മൾ അറിയാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇൻഡിക്കേറ്റർ. ബൾബ് ഹോൾഡർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ബൾബിനെ ഹോൾഡ് ചെയ്യാനുള്ള സാധനമാണ് ബൾബ് ഹോൾഡർ. ഇത്രയൊക്കെ നമ്മൾ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന വയറിങ്ങിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ കാണുന്ന കമ്പോണൻസ് ആണ്, എസെൻഷ്യൽ ആയിട്ട് കാണുന്ന കമ്പോണൻസ് ആണ്. ഏത് വീട്ടിൽ നമ്മൾ ചെന്നാലും ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ഈ കമ്പോണൻസ് ഒക്കെ നമുക്കവിടെ, അല്ലെങ്കിൽ ഇലക്ട്രിക് കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ കമ്പോണൻസ് ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി താഴെ തന്നിരിക്കുന്നത് നമ്മുടെ സർക്യൂട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണക്ഷനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല കമ്പോണൻസ് എക്യുപ്മെൻറ്റുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് നോക്കി വിട്ടാൽ മതി. അതിൻ്റെ അകത്തെ ഉപയോഗങ്ങളൊന്നും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും യൂസ് ചെയ്തൊന്നും എഴുതണമെന്നില്ല. അപ്പം ക്ലാമ്പ് അമീറ്റർ എന്ന് പറയുന്ന അമീറ്റർ ഉണ്ട്. കറണ്ടിനെ മെഷർ ചെയ്യാനാണ് ക്ലാമ്പ് അമീറ്റർ ഉപയോഗിക്കുന്നത്. മൾട്ടിമീറ്റർ ഉണ്ട്. മൾട്ടിമീറ്റർ വോൾട്ടേജ് കറണ്ട് ഇവയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. പ്ലെയർ ഉണ്ട്. പ്ലെയർ നമുക്കറിയാം മെറ്റീരിയൽസിനെ ഹോൾഡ് ചെയ്യാനും ടേൺ ചെയ്യാനും അല്ലെങ്കിൽ കട്ട് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കും. ഗ്ലൗസ്, ഷോക്ക് അടിക്കാതെ ഇൻസുലേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ഇൻസുലേഷന് വേണ്ടിയിട്ട് നമ്മുടെ കൈയൊക്കെ സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഉപയോഗിക്കും. AC വോൾട്ട്മീറ്റർ ഉണ്ട്. വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്യാനാണ് AC വോൾട്ട്മീറ്റർ ഉപയോഗിക്കുന്നത്. ഇൻസുലേഷൻ ടേപ്പ് ഉണ്ട്. നമുക്ക് ഒരു വയറിൻ്റെ ഇൻസുലേഷനൊക്കെ പോയതാണെങ്കിൽ അതിൽ നിന്ന് ഷോക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിക്കും. വയർ സ്ട്രിപ്പർ എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഇൻസുലേഷൻ കളയാൻ ഉപയോഗിക്കുന്ന സാധനമാണ് വയർ സ്ട്രിപ്പർ. ഇലക്ട്രിക് വയർ അല്ലെങ്കിൽ കേബിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇലക്ട്രിസിറ്റീനെ ക്യാരി ചെയ്ത് ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലേക്ക് ക്യാരി ചെയ്യാനുള്ള സാധനമാണ്. സ്ക്രൂ ഡ്രൈവർ യൂസ് നമുക്കറിയാം. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. അതായത് അതിൻ്റെ എൻഡ് സ്റ്റാർ പോലെ ഇരിക്കും. ചില സ്ക്രൂകൾ മുറുക്കാനും ഒക്കെ നമുക്കതാണ് സൗകര്യം. പിന്നെ സാധാരണയുള്ള മൈനസ് പോലെ ഇരിക്കുന്ന സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. PVC പൈപ്പ് ഫിറ്റിങ്ങുകൾ, PVC ചാനൽ, വയർ കൊണ്ടുപോകാനുള്ള ചാനൽ നമ്മൾ ഉപയോഗിക്കും. PVC പൈപ്പ് വയറുകളെ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് വയർ ബണ്ടിലുകളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ PVC പൈപ്പ് ഉപയോഗിക്കും. ടെസ്റ്റർ, കറണ്ട് ഉണ്ടോ എന്ന് അറിയാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ടെസ്റ്റർ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നോക്കി വിട്ടാൽ മതി. ഇതാണ് ഒരു വീടിൻ്റെ വയറിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. മെയിൻ ഫ്യൂസ്, അത് കഴിഞ്ഞൊരു മെയിൻ സ്വിച്ച്, ELCB. അപ്പോൾ ഈ ഫേസ് ലൈനിൽ അല്ലെങ്കിൽ ലൈവ് ലൈനിലാണ് നമ്മൾ മെയിൻ ഫ്യൂസ് കണക്ട് ചെയ്യുന്നത്. അത് ELCB വഴി MCBയിലേക്ക് ചെല്ലും. ന്യൂട്രൽ ലൈൻ കോമൺ ആയിട്ട് എല്ലാ ഭാഗത്തേക്ക് പോകും. എർത്ത് ലൈന് മെയിൻ സ്വിച്ചും ELCB ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ എർത്ത് ലൈൻ പവർ പ്ലഗിലേക്ക് പോകും. ഇനി നമ്മൾ ഓരോ കമ്പോണൻസിലേക്കും ചെല്ലുന്നത് ഫേസ് ലൈനുകളാണ് നമ്മൾ സ്വിച്ച് വഴി ഓരോ കമ്പോണൻസിലേക്ക് കൊടുക്കുന്നത്. ന്യൂട്രൽ ലൈൻ കോമൺ ആയിട്ട് എല്ലാ ഡിവൈസുകൾക്കും ഒരുപോലെ കയറി പോകും. പക്ഷേ ഫേസ് ലൈനുകൾ ഓരോ ഡിവൈസിനും സെപ്പറേറ്റ് ഫേസ് ലൈൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ ഫ്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ട് ചെയ്യുന്ന മെത്തേഡുകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല, കാരണം അതൊന്നും എക്സാമിന് വരുന്നതല്ല. അപ്പോൾ ആ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ, ഇനിയിപ്പോൾ അതിൻ്റെ അഡീഷണൽ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നിരിക്കുന്നു ഞാൻ കിടക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. എക്സാമിന് അതൊന്നും വരുന്നതല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ താങ്ക് യു.